നമസ്കാരം. ഇന്ത്യയുടെ വിദേശ നയം ഇന്ന് ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിയിരിക്കുന്നു. വർഷങ്ങളോളം ലോകവേദികളിൽ വെറും നിരീക്ഷകനായി നിന്നിരുന്ന ഇന്ത്യയെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ആഗോള ശക്തിയായി ഉയർത്തിയതിന്റെ പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂരദർശിത്വവും ഉറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയും തന്നെയാണ്. അതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ജർമ്മനിയിലൂടെ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇനി വിസാരഹിത ട്രാൻസിറ്റ് സൗകര്യം അനുവദിച്ചിരിക്കുന്ന ചരിത്രപരമായ തീരുമാനം. ഇന്ത്യൻ വിദേശകാര്യ രംഗത്ത് നിർണായകമായ നേട്ടം തന്നെയാണിത്. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇനി മുതൽ വിസയില്ലാതെ ട്രാൻസിറ്റ് സൗകര്യം ലഭ്യമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസും തമ്മിൽ അഹമ്മദാബാദിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജർമ്മൻ ചാൻസലറുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ 19 കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ജർമ്മനി വഴി യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് പുതിയ തീരുമാനം വലിയ ആശ്വാസമാണ്. നേരത്തെ ജർമ്മൻ എയർപോർട്ടുകൾ വഴി കണക്ഷൻ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യാൻ ട്രാൻസിറ്റ് വിസ എടുക്കേണ്ടി വരുന്നത് യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരവും സമയനഷ്ടവും ഉണ്ടാക്കിയിരുന്നു. പുതിയ വിസ ഇളവ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യക്കാർക്ക് യാത്രാ നടപടികൾ കൂടുതൽ എളുപ്പമാകും. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള പാസ്പോർട്ട് റാങ്കിങ്ങിലും ഇന്ത്യ കരുത്ത് കാട്ടിയിട്ടുണ്ട്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 80ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. ജർമ്മനി പ്രഖ്യാപിച്ച ഈ പുതിയ ഇളവ് കൂടി വരുന്നതോടെ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ആഗോള സ്വീകാര്യത വീണ്ടും കൂടി. യൂറോപ്പ്, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക് തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങൾ വഴി കണക്ഷൻ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. മുൻപ് ജർമ്മനി വഴി കടന്നു പോകാൻ പ്രത്യേക ട്രാൻസിറ്റ് വിസ ആവശ്യമായിരുന്നു. ഇതിനായി വലിയൊരു തുക ഫീസായി നൽകേണ്ടി വന്നിരുന്നു എന്ന് മാത്രമല്ല, വിസ ലഭിക്കാനുള്ള കാലതാമസവും യാത്രക്കാരെ വല്ലാതെ വലച്ചിരുന്നു. പുതിയ ഇളവ് നിലവിൽ വരുന്നതോടെ വിമാനത്താവളങ്ങളിലെ പരിശോധനാ നടപടികൾ ലളിതമാവുകയും വിദേശയാത്രകൾ കൂടുതൽ സുഗമമാവുകയും ചെയ്യും. ജർമ്മനിയുടെ ഈ പ്രഖ്യാപനം പുറത്തു വന്നതിനു പിന്നാലെയാണ് ആഗോള പാസ്പോർട്ട് സൂചികയായ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലും ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഇപ്പോൾ ലോകത്തെ 55 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. ജർമ്മനിയുടെ പുതിയ നിലപാട് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ റാങ്കിംഗ് ഇനിയും ഉയർത്താൻ സഹായിക്കും. ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർക്കും നഴ്സുമാർക്കും ജർമ്മനിയിലേക്ക് കുടിയേറുന്നതിനായുള്ള സ്കിൽ പാർട്ണർഷിപ്പ് കരാറിലും ഇന്ത്യയും ജർമ്മനിയും ഒപ്പിട്ടു കഴിഞ്ഞു. പ്രതിരോധ വ്യവസായ മേഖലയിൽ സഹകരിക്കാനും ആയുധങ്ങളുടെ സഹ ഉൽപാദനത്തിനും പുതിയ റോഡ് മാപ്പ് തയ്യാറാക്കും. ജർമ്മൻ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുടങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരു മുന്നേറ്റം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യതയ്ക്കും രാഷ്ട്രീയ സ്വാധീനത്തിനും ലഭിച്ച വലിയ അംഗീകാരം കൂടിയാണ്. ഒരു കാലത്ത് പാസ്പോർട്ടിന് വിലയില്ലാതിരുന്ന ഇന്ത്യ ഇന്ന് യൂറോപ്പിലെ ശക്തമായ രാഷ്ട്രങ്ങൾ പോലും പ്രത്യേക പരിഗണന നൽകുന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇത് വെറും യാത്രാ സൗകര്യമല്ല, ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും ദേശീയാഭിമാനത്തിന്റെയും പ്രതീകമാണ്. ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുന്ന ഇന്ത്യയോട് ജർമ്മനി പോലൊരു രാജ്യത്തിന്റെ ഈ സമീപനം മോദിയുടെ വിദേശ നയ വിജയത്തിന്റെ തുറന്ന പ്രഖ്യാപനമാണ്. വികസിത് ഭാരത് എന്ന ആശയം ലോകം അംഗീകരിക്കാൻ തുടങ്ങിയതിന്റെ തെളിവ് കൂടിയാണ്. ജർമ്മനിയിലെ വിമാനത്താവളങ്ങളിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന വിസാരഹിത ട്രാൻസിറ്റ് സൗകര്യം ഇന്ത്യയുടെ ഭാവി ദിശ എവിടേക്കാണെന്ന് ലോകത്തോട് തുറന്നു പറയുന്ന ഘട്ടമാണ്. ഇന്ത്യയെ ഇനി ആരും അവഗണിക്കാൻ കഴിയില്ല. ലോക നയതന്ത്രത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഇന്ത്യ ഉറച്ച കാലടികളിലൂടെ മുന്നേറുകയാണ്. ഈ മാറ്റത്തിന്റെ ശില്പി നരേന്ദ്രമോദിയാണെന്ന സത്യം ലോകം തന്നെ അംഗീകരിച്ചിരിക്കുന്നു. വാക്കുകളിൽ ഒതുങ്ങുന്ന നയതന്ത്രമല്ല, പ്രവർത്തനത്തിലൂടെ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന വിദേശ നയമാണ് മോദി ഇന്ത്യക്ക് നൽകിയത്. അമേരിക്ക മുതൽ യൂറോപ്പ് വരെ, ആഫ്രിക്ക മുതൽ മിഡിൽ ഈസ്റ്റ് വരെ ഇന്ത്യ ഇന്ന് വിശ്വാസത്തിന്റെ പങ്കാളിയാണ്. ജർമ്മനിയുടെ ഈ തീരുമാനം ഇന്ത്യയോടുള്ള ബഹുമാനവും വിശ്വാസവും തുറന്നറിയിക്കുന്ന രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറും. ഇത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വ്യാപാരികൾക്കും വലിയ ആത്മവിശ്വാസമാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ന് വെറും യാത്രാരേഖയല്ല, അത് ആഗോള അംഗീകാരത്തിന്റെ മുദ്രയാണ്. ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് യാദൃച്ഛികവുമല്ല, ശക്തമായ നേതൃത്വവും വ്യക്തമായ ദർശനവുമുള്ള ഭരണകൂടത്തിന്റെ ഫലമാണ് ഇതൊക്കെ. ഇന്ത്യ മുന്നേറുന്നു, ലോകം അത് അംഗീകരിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയം ചരിത്രം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയുടെ ഈ തീരുമാനം ആ ചരിത്രത്തിലെ മറ്റൊരു സുവർണ രേഖയായാണ് രേഖപ്പെടുത്തുന്നത്.